പ്രൈസ് ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 44ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളുള്ള ദേവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഇടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ആരാധനയെ കടന്നു വന്നിട്ടുള്ളത് ബ്രദർ ജീവൻ ബ്രദറാണ്. പ്രിയ ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തമിഴ്നാട് കന്യാകുമാരിയാണ് പ്രിയ ബ്രദറിന്റെ സ്വദേശം. ഇപ്പോൾ ദമാമിൽ കോബാട് ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ ആയത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേക സൂം പ്ലാറ്റ്ഫോമിൽ ആരാധനയിടുവാൻ പ്രിയ ബ്രദറിന്റെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇളയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ആരാധന ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ പ്രിയ ബ്രദറിനെ ആരാധനയിടുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ പ്രെയർ ഫെലോഷിപ്പിന്റെ 44ാമത് മീറ്റിങ്ങിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലുതും ഭയങ്കരമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാൻ കർത്താവ് എനിക്ക് തരുന്ന നല്ല അവസരത്തിന് വീണ്ടും എൻ്റെ കർത്താവിന് എല്ലാ മഹത്വവും സമർപ്പിക്കുന്നു. ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന വത്സല്യ ഡെന്നിസ് സഹോദരൻ, വത്സല്യ മാതാവ് സിജി ഡെന്നിസ് സഹോദരി, എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വത്സല്യ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ഈ നല്ല അവസരങ്ങൾ അവർ വേണ്ടും പോലെ ദൈവസന്നിധാനത്തിൽ പ്രയോജനപ്പെടുവാൻ കർത്താവ് അവരെ ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ 5 വൻകരകളിലും അനേക ദൈവമക്കളെ ഈ മീറ്റിങ്ങിൽ സ്വർഗത്തിലെ ദൈവം കൊണ്ടുവന്ന് അവിടെ നാമത്തെ മഹത്വപ്പെടുത്താൻ അനേകർക്ക് വിടുതലായി ഇത് തീർന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വം പുകഴ്ചയും കർത്താവിന് സമർപ്പിക്കട്ടെ. വീണ്ടും കർത്താവിൻ്റെ വരവോളം ഈ വേല വർദ്ധിച്ച് കർത്താവിൻ്റെ നാമ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ദൈവജനം പ്രസംഗിക്കുന്ന വത്സല്യ ബിജുമോൻ എന്ന് പറയുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ എൻ്റെ വത്സല സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിപ്പാനൊക്കെ അവസരമുണ്ടായി. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘനാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അവസരം ഒരുങ്ങുന്നത്. പ്രാരംഭമായി നമ്മുടെ കർത്താവിനെ എല്ലാ മഹത്വവും പുകഴ്ചയും സമർപ്പിക്കാം. ചില നിമിഷങ്ങൾ നമ്മുടെ കണ്ണുകളെ അടച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനാകുന്ന കർത്താവിനെ നമുക്ക് സ്തോത്രത്താൽ ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങളാൽ ബഹുമാനിക്കാമോ? തിരുവെഴുത്തുകൾ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്ന ദൈവമേ അവിടുന്ന് പരിശുദ്ധനാകുന്നുവല്ലോ. ഹല്ലേലൂയ 22ാം സങ്കീർത്തനത്തിലെ കർത്താവിന്റെ ക്രൂശിലെ പാട്ടിനെ ദാവീദ് ഹല്ലേലൂയ വെളിപ്പാടിലൂടെ കാണുന്ന ഹല്ലേലൂയ ആ ഒരു ഹല്ലേലൂയ പ്രാർത്ഥനയാണ്. ഇന്ന് പ്രഭാതത്തിൽ നാം കർത്താവിനെ സ്തുതി സ്തോത്രങ്ങളാൽ മഹത്വപ്പെടുത്താമോ? എവിടെ ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിക്കും അവിടെ കർത്താവിന്റെ മകൾ സാന്നിധ്യം ഇറങ്ങി വരും. സ്വർഗത്തിൽ കെരൂബുകളുടെയും ഹല്ലേലൂയ സെറാഫുകളുടെയും ആരാധന സ്വീകരിക്കുന്ന ഉന്നതനാകുന്ന ദൈവം കേവലം മനുഷ്യരാകുന്ന നമ്മുടെ സ്തുതി സ്തോത്രങ്ങളുടെ മധ്യ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവിടുന്ന് ഹല്ലേലൂയ സർവ്വവ്യാപിയാകുന്ന ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഈ പ്രപഞ്ചത്തിലും എവിടെയും അവിടുത്തെ സാന്നിധ്യത്തെ വ്യാപരിപ്പിക്കുവാൻ കഴിയുന്ന മഹാദൈവമാണ് നമ്മുടെ ദൈവം. അതിനങ്ങളെ ചലിപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ഏവർക്കും സുപരിചിതമായ കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിച്ചെന്ന് പാടുന്ന ഒരു ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കുരിശിൽ നിന്നും പാഞ്ഞൊഴുകിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ. ഈ മീറ്റിംഗിൽ ടൈറ്റിൽ ഇതാണല്ലോ, ഹല്ലേലൂയ, അതിരുകളില്ലാത്ത ദൈവത്തിന്റെ സ്നേഹം. മനുഷ്യ അതിരുകളും ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ്റെതായ ഹല്ലേലൂയ ഡിസ്ക്രിമിനേഷൻ വെച്ച് അവൻ മനുഷ്യനെ സ്നേഹിക്കും. അതിരുകളില്ലാതെ ഭാഷ, ജാതി, നിറം, വർഗം, രാജ്യം വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെ ഒരുപോലെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൻ വൻകൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹ
സാഗരമാ സ്നേഹമാം ദൈവമേ നീ എന്നെ അനുദിനവും വളരേണമേ ഞാനോ സ്നേഹമാം ദൈവമേ നീ എന്നെ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ സ്നേഹം എന്നെയും തേടി വന്നു നിത്യമം സൗഭാഗ്യം തന്നു നിത്യസ്നേഹം എന്നെയും തേടി വന്നു നിത്യമം സൗഭാഗ്യം തന്നുവല്ലോ മെനഞ്ഞല്ലോ കർത്താവിനാ മെനഞ്ഞല്ലോ കർത്താവിനാ സ്നേഹമാം ദൈവമേ നീ എന്നെ അനുദിനവും വളരേണമേ ഞാനോ കുറയേ സ്നേഹമാം ദൈവമേ നീ എന്നെ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ യാതൊക്കെ യാതൊന്നും ഇല്ലല്ലോ യാതൊന്നും ഇല്ലല്ലോ ദൈവസ്നേഹം പ്രശംസയേ എന്റെ ആനന്ദമേ പ്രശംസയേ എന്റെ ആനന്ദമേ സ്നേഹമാം ദൈവമേ നീ എന്നെ അനുദിനം വളരേണമേ ഞാനോ കുറയേണമേ സ്നേഹമാം ദൈവമേ നീ എന്നെ അനുദിനം വളരേണമേ ഞാനോ കുറയേണമേ ഞാനോ കുറയേണമേ ഞാനോ കുറയേണമേ. പ്രിയമുള്ളവരെ, പാഞ്ഞൊഴുകുന്ന ആ ദിവ്യ സ്നേഹത്തെ ഹല്ലേലൂയ ശരീരത്തിൽ മുഴുവൻ ചോരയും അവസാനമായി ചോര മാറി ചോര തീർന്ന ശേഷമായി വെള്ളവും നീരും പുറത്തേക്ക് ഇറങ്ങി വന്ന നമുക്ക് വേണ്ടി അവസാനത്തുള്ളി ചോര വരെ ഊറ്റിത്തന്ന ദൈവസ്നേഹത്തെ ഈ പ്രഭാതത്തെ സ്തുതിക്കാമോ? നാം യോഗ്യരല്ലാതിരിക്കുന്ന നമ്മെ യോഗ്യരാക്കി മാറ്റിയ നമ്മുടെ പാപങ്ങളെ വഹിച്ചു തീർത്തതായ കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കാമോ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാൽവരി ക്രൂശാണ്. ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ 2024 വർഷം ഏപ്രിൽ മാസം 13 തീയതി പ്രഭാതം സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹത്തെ നാം ഓർക്കാമോ? സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ ഹല്ലേലൂയ യാഗമായി തീർന്ന ദൈവത്തിന്റെ ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ അതരങ്ങളെ ചലിപ്പിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഹല്ലേലൂയ അതിരുകളില്ലാതെ നമ്മെ സ്നേഹിച്ച കർത്താവിനെ മഹത്വപ്പെടുത്താമോ? എല്ലാവരും അതരങ്ങളെ ചലിപ്പിച്ച് കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടി യാഗമായി തീർന്നുള്ളൂ. ഈ സ്നേഹം ഹല്ലേലൂയ അനുഭവിപ്പാൻ ഞാൻ യോഗ്യനല്ല
എന്നെ കണ്ടതായ, എന്നെ തിരഞ്ഞെടുത്തതായ അവിടുത്തെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. എന്നോട് കാണിച്ച സ്നേഹത്തിനായി, ആദരങ്ങളെ ചലിപ്പിച്ച പരമാർത്ഥമായി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? നാം യോഗ്യരല്ലാതിരിക്കുമ്പോൾ നമ്മൾ യോഗ്യരാക്കി തീർത്ത ദൈവത്തിന്റെ സ്നേഹം, ഇന്നനുഭവിക്കുന്ന നന്മകൾ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ നിർവഹിച്ച ആ യാഗമരണത്തിന്റെ പ്രതിഫലനമാണ്. കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം കർത്താവിനെ വിശ്വസിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളുടെ മേലും കർത്താവ് നമുക്ക് ജയം തരും. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥന ദീനക്കാരനെ ഹല്ലേലൂയ വിടുവിക്കുന്നു തിരുവെഴുത്തുകൾ പറയുന്നു. യാക്കോബിൽ നമ്മൾ കാണുവാൻ കഴിയുന്നു. നിങ്ങൾ കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾ സുഖമനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുൻപാകെ പ്രാർത്ഥനാ ശബ്ദവുമായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ, വിശ്വാസത്തോട് കടന്നു വരുമ്പോൾ, ഏത് കുഴഞ്ഞു പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് ഹല്ലേലൂയ അവൻ അറിയപ്പെടുന്നതായ ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, അവൻ യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. അവൻ യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടെന്ന് കർത്താവ് തന്നെ നമ്മളോട് ചോദിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യം ഈ മീറ്റിംഗിൽ കർത്താവിന് നമുക്ക് സമർപ്പിക്കാമോ? കർത്താവ് നമുക്ക് സാധ്യമാക്കി തരും. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കച്ചവടമോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിയായി കണക്കിട്ടല്ലോ. ആദിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തു. ആദിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി 100 പേരെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി 100 പേരെ അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ പരിപാലിച്ചു, തലമുറകളെ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തം നിറവേറ്റി പരിപാലിച്ചു, തലമുറകളെ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം,
പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുണ കാണാം. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്ക് ദുഃഖമകൻ കൊടുത്തപ്പോൾ. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്ക് ദുഃഖമകൻ കൊടുത്തപ്പോൾ. കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം. ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുണ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുണ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുണ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുണ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുണ കാണാം. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിമിഷം കൂടെ നമ്മുടെ കാലൊലിച്ച് മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. നമ്മുടെ കർത്താവിനെ വരവേറ്റുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ലോക സംഭവങ്ങൾ കർത്താവിനെ വരവിനെ വിളിച്ചോതുമ്പോൾ ആമേൻ. നമ്മുടെ വീണ്ടെടുപ്പിന് നാളുകൾ ഇനി അധികം വിദൂരമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലഭിക്കുന്ന അവസരത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശം മുഴങ്ങിടുന്നു. സോദര, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. വേഗം ഗമിച്ചുകൊണ്ട് നാം പറഞ്ഞു പോകാൻ തുടങ്ങുന്ന ഒരു പഴയ മലയാള ഗാനം പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ആമേൻ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. ഈ ഗാനം സുപരിചിതമായതുകൊണ്ട് വിശേഷാൽ നമ്മുടെ കണ്ണുകളെ അടച്ച് കരങ്ങളെ തട്ടി ആമേൻ. സ്ക്രീനിൽ ആര് വരുന്നു പോകുന്നു എന്നുള്ളതല്ല, ലഭിച്ച അവസരത്തിൽ നാം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലേം രാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദര, നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനം മറന്നിടുക. സോദര, നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനം മറന്നിടുക. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറിവോടുന്നു, ഭാഷ കേൾക്കുന്നു, രോഗം മാറുന്നു, ജനം വന്നു ചേരുന്നു. ഭൂതങ്ങൾ അലറിവോടുന്നു, ഭാഷ കേൾക്കുന്നു, രോഗം മാറുന്നു, ജനം വന്നു ചേരുന്നു. നമ്മുടെ ശാലേം രാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. തീവെട്ടീരികൾ തെളിയിച്ചുകൊള്ളുക, എണ്ണപ്പാ കവിഞ്ഞിടട്ടെ. തീവെട്ടീരികൾ തെളിയിച്ചുകൊള്ളുക, എണ്ണപ്പാ കവിഞ്ഞിടട്ടെ. ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളി
വാനിൽ പോകുവാൻ ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ശാലും രാജൻ വരുന്നൊരു ധ്വനി ദേശം മുഴങ്ങിടുന്നു നമ്മുടെ ശാലും രാജൻ വരുന്നൊരു ധ്വനി ദേശം മുഴങ്ങിടുന്നു നമ്മുടെ ശാൽ രാജൻ വരുന്നൊരു ദേശം മുഴങ്ങിടുന്നു ലോകരാജ്യങ്ങളിൽ തൊട്ടനായി ഭയമെടുക്കുമ്പോൾ നമ്മുടെ പ്രാണപ്രിയവന്റെ വാക്കുകൾ നിറവേറ്റുവാനായി അവൻ വേഗം കടന്നു വരുവാൻ പോകുന്നു. സഭയുടെ ഉൾപ്രാവണം വളരെ സംഭവിക്കാൻ പോകുന്നതായുണ്ട്. ദൈവത്തിന്റെ പ്രത്യാശയോടെ ദൈവത്തെ ചില നിമിഷങ്ങൾ നമ്മുടെ വീണ്ടെടുപ്പിന്റെ നാളുകൾ അടുത്തതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത അന്യഭാഷകളിൽ തന്നെ ഓ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്സാന്നിധ്യത്തിന്റെ മഹത്വം, ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ദൈവത്തിൽ വെളിപ്പെടട്ടെ. ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു കർത്താവ്, രാജാതിരാജാവ്, കർത്താവ് താൻ മാത്രം അമർത്തിയുള്ള എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ അനുസരിക്കുന്നു. അങ്ങനെ സ്തുതിച്ചിടുമെന്ന് ദൈവത്തിന്റെ മഹാകൃപയ്ക്കായി കർത്താവിനെ മഹത്വപ്പെടുന്നു. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവ പൈതലേ, കർത്താവിനെ ആരാധിപ്പാൻ ആരോഗ്യം തന്നു, സുഖം തന്നു, എല്ലാവിധമായ നന്മകളും തന്നു. കർത്താവിനെ നന്ദിയോട് സ്തുതിക്കാമോ? ഈ ദിവസം നമ്മൾ ജീവനോടെ പരിപാലിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, കഴിഞ്ഞു പോയ ചില നിമിഷങ്ങളും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവ് അടിയന്റെ ജീവിതത്തിൽ വലിയൊരു നന്മ ചെയ്തതിനായി സ്തോത്രം. കഴിഞ്ഞ 2 ദിവസങ്ങൾ തുടർമാനമായ ആരാധനകൾ പങ്കെടുക്കുമ്പോഴും എൻ്റെ ശബ്ദത്തിന് കാര്യമായ ഹല്ലേലൂയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അതിനെല്ലാം മാറ്റിയ ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും അവസരം ഒരുക്കിയല്ലോ. എല്ലാ മഹത്വം പുകഴ്ചയും കർത്താവിന് സമർപ്പിക്കുന്നു. ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന വാത്സല്യ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവർക്കായി സ്തോത്രം ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടും. നാം ഒരുമിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗത്തിലെ കർത്താവേ, ഹല്ലേലൂയ. ഗോഡ് ഈസ് ലവ് എന്ന ഈ വാട്സാപ്പ് കൂട്ടായ്മയ്ക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന വാത്സല്യ ദൈവ കുഞ്ഞുങ്ങൾക്കായി പ്രിയ ഡെന്നിസ് സഹോദരൻ, പ്രിയ സഹോദരന്റെ ഹല്ലേലൂയ സഹധർമ്മിണി, ഹല്ലേലൂയ പ്രിയ മാതാവ്, പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തെ അനുഗ്രഹിച്ച് ഹല്ലേലൂയ വർദ്ധിപ്പിച്ച് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. ലോകത്തിന്റെ 5 വൻകരങ്ങളുടെ ശക്തിയായി കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, അനേകരെ കർത്താവിനെ നേടുവാൻ ഈ കൂട്ടായ്മ ദൈവം സഹായിക്കണമേ. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി ആവശ്യമായ ശാരീരിക, ആത്മീക, ഭൗതികമായ എല്ലാ നന്മകളും നൽകി അവരെ മാനിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമാകട്ടെ യേശുവിന്റെ നാമത്തിനെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ മഹത്വവും കർത്താവിന് സമർപ്പിക്കുന്നു. എനിക്കിങ്ങനെ അവസരം ഒരുക്കി തന്ന പ്രിയ ഹല്ലേലൂയ സഹോദരിയോടും പ്രിയ സഹോദരനോടും പ്രിയ മാതാവിനോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ആരാധിപ്പാൻ കൂടി ചേർന്ന എല്ലാ വാത്സല്യ സഹോദരന്മാർ, ആന്റിമാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിരുന്നുകൊള്ളുന്നു. കർത്താവ് നമ്മളെ സഹായിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.